Now, different types of teeth: incisors, canines, premolars, molars. നമുക്ക് അറിയാം ടീത്തിന്, ഡൈജസ്റ്റ് സിസ്റ്റത്തിലെ ടീത്തിന് നല്ലൊരു റോൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇനി ആ ടീത്തുകൾ അത് ടെമ്പററി ടീത്തും ഉണ്ട്, പെർമനൻറ്റ് ടീത്തും ഉണ്ട്. ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു 10 വയസ്സായി കാണണം, 9-10 വയസ്സ്, ഒരു 12 വയസ്സൊക്കെ ആകുമ്പോഴേക്കും പെർമനൻറ്റ് ടീത്ത് ഒരുവിധമൊക്കെ വന്നിട്ടുണ്ടാവും. അതിലെ അവസാനത്തെ 4 മാത്രമാണ് ഒരു 18-20 വയസ്സിലേക്ക് നിൽക്കുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് ഒരു 12 വയസ്സിനുള്ളിൽ വന്നിട്ടുണ്ടാവും. അപ്പം നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് പല ടൈപ്പ് പല്ലുകൾ നമ്മുടെ മൗത്തിലുണ്ട്. ആ ടൈപ്പ് പല്ലുകളുടെ നെയിംസ് പഠിക്കാൻ പോവാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടീത്ത്: ഇൻസിസേഴ്സ്, കനൈൻസ്, പ്രീമൊളാഴ്സ്, മൊളാഴ്സ്. ഇത് നെയിംസ് ആദ്യം പഠിക്കുക. ഇൻസിസേഴ്സ്, കനൈൻസ്, പ്രീമൊളാഴ്സ്, മൊളാഴ്സ്. അതിൽ ഇൻസിസേഴ്സ് എന്ന് പറയുന്ന പല്ല് കട്ടിങ്ങിനും ബൈറ്റിങ്ങിനും ഉള്ളതാണ്. കട്ടിങ് എന്താണെന്നറിയാം, ബൈറ്റിങ് കടിക്കാനും കട്ട് ചെയ്യാനും. കനൈൻസ് ടിയറിങ് ദ ഫുഡ്, ഈ ഫ്ലഷ് പോലത്തെയൊക്കെ ടിയർ ചെയ്യാനാണ് കനൈൻ ടീത്ത്. പ്രീമൊളാഴ്സ് ചവയ്ക്കാൻ, ഗ്രൈൻഡിങ്ങിന് പ്രീമൊളാഴ്സ്. മൊളാഴ്സും ഗ്രൈൻഡിങ് പർപ്പസ് തന്നെയാണ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ നെയിംസ് പഠിക്കുക. നമ്മുടെ മൗത്തിൽ കാണുന്ന പെർമനൻറ്റ് ടീത്ത്, ടെമ്പററി ടീത്ത് ആകെ 20 എണ്ണമുള്ളൂ. അത് കുട്ടികളിൽ കാണുന്നതാണ് മിൽക്ക് ടീത്ത്. ഇത് പെർമനൻറ്റ് ടീത്ത് ഏതൊക്കെയാണെന്നാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ അതിൻ്റെ നെയിംസ് പഠിക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് ടീച്ചർ അത് കറക്റ്റായിട്ട് അതിന് അപ്പർ ജോയും ലോവർ ജോയും കൂടെ വരച്ച് കാണിച്ചു തരാം. അപ്പോഴാണ് നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. ഇപ്പം ജസ്റ്റ് അതിൻ്റെ നെയിംസ് പഠിക്കുക. നമ്മുടെ മൗത്തിൽ കാണുന്ന പെർമനൻറ്റ് ടീത്തിൻ്റെ നെയിംസ്: ഇൻസിസേഴ്സ്, canines, premolars, molars. Okay.